ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇതിനൊക്കെ ഇപ്പോൾ യേശുവിന് ഒത്തിരി പ്രസക്തിയായിട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കർണാടകയിൽ പിള്ളേരെ ഏതാണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ HIV 7000, 1-2 അല്ല, ഇപ്പോൾ എത്ര പേരെ ചെയ്തു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. ഇനിയിപ്പോൾ കല്യാണം ആലോചിക്കുമ്പോൾ എല്ലാവരും ആ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഭാവിയിൽ പറയുമായിരിക്കും. അങ്ങനെയല്ല, നമ്മളത് ഓർക്കുമല്ല. നമ്മുടെ മക്കളും ഇതൊക്കെ അങ്ങനെ നാശത്തിയിട്ട് പോകാണ്ട് നമുക്കൊരു ദൈവഭയമൊക്കെ ആരെങ്കിലും ഒരു ഭയം വേണ്ടേ. എനിക്കൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പ്രേമിച്ച് നടക്കാനൊക്കെ. ഒരു മിന്നൽ പോലെ അപ്പൻ്റെ രൂപം ഓർത്താൽ മതി, സ്വന്തം അപ്പൻ്റെ. അപ്പോൾ പെട്ടെന്ന് പ്രേമം പോണ വഴി കാണില്ല. മിണ്ടുമ്പോഴത്തേനും നമുക്കൊന്നും, ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, അങ്ങനെ മിണ്ടാൻ പോലുമുള്ള ഒരു ടെൻഷൻകാരൻ. ആഗ്രഹം ഒത്തിരി ആയിരുന്നു. പാട്ടും പാടിയൊക്കെ സിനിമയെ കാണുന്ന പോലെ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കാത്തത് വേറെ ഒന്നുമല്ല, സ്വന്തം അപ്പൻ്റെ ആ രൂപം വരുമ്പോഴത്തേനും അത്രയും പേടിക്കേണ്ട. കാരണം അപ്പൻ്റെ സ്നേഹമൊന്നും അറിഞ്ഞിട്ടില്ല. അത്രയും പേടിപ്പിച്ച് വളർത്തിയ കാരണം എനിക്കിങ്ങനെ ഭയങ്കര ഒരു ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ജീവിതം. അത്രയും സ്ട്രിക്റ്റ് കൊള്ളൂല. പക്ഷേങ്കിൽ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് നല്ലതായിരുന്നു. അത് കാരണം അല്ല, ദൈവത്തിൻ്റെ കൃപയാലാട്ടോ. അത് കാരണമൊന്നുമല്ല. ഒരു മനുഷ്യൻ നശിക്കാതെ നിൽക്കുന്നത് നമ്മുടെ മിടുക്ക്, എൻ്റെ മിടുക്കോ എൻ്റെ അപ്പൻ്റെ ഒന്നും അല്ല കേട്ടോ, യേശുവിൻ്റെ കൃപ. സങ്കീർത്തനക്കാരൻ പറയും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിയില്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അപ്പം നമ്മുടെ മുമ്പിൽ അങ്ങ് ദൈവം എന്ന് നമ്മുടെ ദീപം കത്തിച്ചാൽ നമ്മളത് ആ പ്രകാശം പിന്നെ നമ്മളിൽ നിന്ന് പോകില്ല. ദൈവം യേശുവാകുന്ന പ്രകാശം നമ്മളിലേക്ക് വന്നാൽ നമ്മൾ ഏത് പടക്കൂട്ടം നമുക്ക് ശത്രുക്കൾ വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം യേശു എന്ന് പറഞ്ഞാൽ ദൈവം ആരാ. അപ്പോൾ ഏത് പ്രശ്നങ്ങളിൽ നമ്മൾ ചാടിക്കിടക്കും. നമുക്ക് എപ്പോഴും ഓർക്കണം, ദൈവത്തിനെ എപ്പോഴും ആശ്രയിക്കണം. കുഞ്ഞിലെ മുതൽ നമ്മുടെ മക്കളെ ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനും, ഇപ്പോൾ പിള്ളേർക്കൊക്കെ പ്രേയറിനൊക്കെ പോയി അടിച്ച് പൊളിച്ച് നല്ല ഡാൻസൊക്കെ കളിച്ചല്ലേ, പാട്ടൊക്കെ പാടി. ഇങ്ങനെ പള്ളിയിലൊക്കെ സ്ട്രിക്റ്റ് അല്ലാത്ത ഇങ്ങനെ പ്രേയറിനെ എങ്ങനെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മാം വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് പ്രേയറിന് പോണേ. ഈ വചനമൊക്കെ പറയണ കേൾക്കുമ്പോൾ ഭയങ്കര ഹൃദയത്തിൽ നിന്ന് വന്ന പോലെ തോന്നാം എനിക്ക്. ഞാൻ വചനം ദൈവമാണ് ഇങ്ങനെ ആ ചേഞ്ച് ചെയ്തിട്ടും വചനം, ഇത് നമ്മുടെ ബൈബിൾ ക്ലാസ് ഇത് ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. വചനം എഴുതിക്കൊണ്ട് വന്നത് നമ്മുടെ ബൈബിൾ ക്ലാസ്സിലാണ്. ഈ അനുഗ്രഹത്തിൻ്റെ വചനം ബൈബിളിൽ നിന്ന്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ എനിക്ക് വലിയ ഇഷ്ടമായി തരാൻ പെട്ടെന്ന് ബൈഹാട്ടാക്കി. പിന്നെ ഞാൻ ഹെവൻലി ഫീസ്റ്റി പ്രയറിന് പോകുമായിരുന്നു. അവിടെ ഇങ്ങനെ വചനമാണ് ദൈവം, നെഗറ്റീവ് ഒന്നും പറയരുത്, പോസിറ്റീവേ പറയാവുള്ളൂ. അവരങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ അതിലേക്ക് മനസ്സ് അത് കറക്റ്റാണ്. ഞാൻ പിന്നെ പരീക്ഷിക്കാറുണ്ട്. യേശുപുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആലയത്തിൽ വിശക്കുന്നവന് കൊടുത്താൽ നിന്നെ ഞാൻ ആകാശത്തെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ ഞാൻ നിറയ്ക്കാം, നീ വേണമെങ്കിൽ എന്നെ പരീക്ഷ ഒന്ന് അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഈ വചനമൊക്കെ ക്രിയ ചെയ്യുമെന്ന് നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ക്രിയ ചെയ്യും. അപ്പം നിങ്ങളങ്ങനെ നോക്കിക്കും, വചനമാണ് ദൈവം എന്നപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്, അടിപൊളി ഒരു സെറ്റാട്ടോ. ഇതേ നല്ല പുതിയ നമ്മൾ കാണിക്കാത്ത ക്രോസ് സ്റ്റിച്ചിൻ്റെ കണ്ട ടെസർ പോലെ ഇരിക്കും. എന്നാൽ നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആ ടെസർ അല്ലാതാണ്. കനം ടെസറിൻ്റെ അത്രയും കനം കുറവല്ല, എന്നാൽ അത് ഇത്രയും സോഫ്റ്റാണ്. ഇത് ഇത്രയും റേറ്റ് 2099 രൂപ. ഓവറോൾ ഫുൾ വർക്ക്, ബാക്ക് ഇങ്ങനെ പ്ലെയിൻ, ബോട്ട ഇങ്ങനെ. ശരിക്കും നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ഇടാൻ സൂപ്പർ ഹിറ്റാണ് കേട്ടോ. അടിപൊളി കളേഴ്സാണ്, നല്ല കളർ ചാർട്ടും. ഇത് വന്നപ്പോൾ ഇതോടെ കൂടി ചാടി, ഓണമല്ലേ, ഫങ്ഷനുകളും ആണല്ലോ, പെട്ടെന്ന് ഇതിൻ്റെ കെട്ടുന്ന വന്നോളൂ. അപ്പോൾ പെട്ടെന്ന് ഇതോടെ കൂടി വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ നോക്കണ്ട. എന്നും തന്നെ കെട്ടുവരും നമുക്ക് ഓൺലൈൻ. അടിപൊളി. ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കണ്ടാട്ടോ, മിണ്ടാണ്ടിരുന്നേ. എന്നും കെട്ടു തന്നെ എന്നാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓൺലൈൻ ചെയ്യണ കാരണം ഓണമൊന്നുമില്ല, എന്നും ഓണം, എന്നും പുതിയ കെട്ട് വരും. അപ്പോൾ എല്ലായിടത്തു നിന്നുള്ള കെട്ടുകൾ മിക്സ് ചെയ്ത് നമ്മൾ കാണിക്കണേ. പലയിടത്തുനിന്ന് പല മോഡലാണല്ലോ വന്നത്. അപ്പോൾ കളേഴ്സ് എല്ലാം എടുത്തു, പെട്ടെന്ന് എടുത്തു.
അടിപൊളിയാണ്, വേണ്ട കളേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നണ പോലെ എടുക്കാൻ പറ്റും. 2099 രൂപയുള്ളൂ. ഇപ്പോൾ എല്ലാവരും തന്നെ ഫങ്ഷനൊക്കെ ടെസറിൽ ഇരിക്കുമ്പോഴൊക്കെ ചുളിവ് വരും. പിന്നെ ഇതിന് അങ്ങനെയില്ല കേട്ടോ. ടെസർ ചുരിദാറെന്നും പറഞ്ഞാൽ കേട്ടോ നമുക്ക് തന്നത്. പക്ഷേ മറ്റേ നമ്മുടെ ഭയങ്കര സോഫ്റ്റായ ടെസറല്ല, അതിന് 5000-ൻ്റെ മേളിലാവുമല്ലോ. അതല്ല എന്ന് മാത്രം. ഇങ്ങനെ ഫുൾ വർക്കുള്ളതിനൊക്കെ 5000-ൻ്റെ മേളിലാവും. അപ്പോൾ 2099 രൂപയ്ക്ക് സെയിം പോലെ ഇരിക്കും. അതിലും മനോഹരമുള്ളത് പെട്ടെന്ന് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. കാരണം ഇത് പുതിയതായിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇത് നമ്മുടെ പിന്നെ റീസ്റ്റോക്ക് വന്നേക്കണേ കേട്ടോ. ബ്ലോക്ക് പ്രിൻറ്റിലെ പാനൽ വർക്കിൻ്റെ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പോൾ കോട്ടണാന്ന് തോന്നും, പിടിച്ചാൽ സിൽക്കും കേട്ടോ. സിൽക്ക് പോലെ, സിൽക്ക് കോട്ടൺ എന്ന് വല്ലതും പേരിടാം. ബാക്ക് ഇങ്ങനെ ഇതില്ല കേട്ടോ, ഫ്രണ്ട് മാത്രം ഇങ്ങനെ പാനൽ. നല്ല സെറ്റാണ്. 1399. ഇടാനും ഫാഷനും ഒരു കാലത്തും പോകില്ല. അതിൻ്റെ തന്നെ പ്രിൻ്റ്, ഈ പ്രിൻ്റ് വ്യത്യാസം വിളക്കണോ. ഇത് കോട്ടാ ഷോള്, പലതിനും പല ഷോളാണ് വന്നേക്കണേ. അതാ സിൽക്ക് ഷോള് തന്നെ, ഇതിനൊരു കോട്ടാ ഷോളാട്ടോ വന്നേക്കണേ. 1399 ആട്ടോ. നല്ല സെറ്റാണ്. ഇത് നല്ല കളർ ചാർട്ടുമാണ്. മറ്റത് ഇങ്ങനെ ഇവിടത്തുണ്ട് കേട്ടോ, ഡിസൈൻ വ്യത്യാസം മാത്രം കാണിച്ചാൽ പോരെ, സെയിം കളറാങ്കി. ഇതാ സിൽക്ക് ഷോള് തന്നെയാണ്, ഈ മാത്രമാണ് കോട്ട കണ്ടത്. $1399. അതിൻ്റെ തന്നെ വേറെ ഇത് കോട്ടാ ഷോളാട്ടോ. ബോട്ടം ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടാണ്. 1399. നമുക്കിടെ ഓൺലൈൻ, ഇതിന് ഏറ്റവും ഡിമാൻഡ് ഓൺലൈനിലാട്ടോ. നമുക്ക് ഇത് ഭയങ്കര ഡിമാൻഡാണ്. ഒന്നാമത് ഇത് ഇടുമ്പോഴും കാണാൻ നല്ല രസമാണ്. 1399 ഉള്ളൂ. അടുത്ത കളറ് മാറിയ ചിലത് കോട്ടാ ഷോളും, ചിലത് ആ സോഫ്റ്റ് സിൽക്ക് ഷോളും. ഇതൊരു കോട്ട പോലത്തെ ഷോൾ, കോട്ടാ ഷോൾ. സോഫ്റ്റ് സിൽക്ക് ഷോളാ ഇത്. അല്ല, ഇത് കോട്ടാ ഷോള്. ഇങ്ങനെ അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ. കോട്ടൺ ആണോന്ന് വെച്ചാൽ കോട്ടൺ അല്ല, സിൽക്ക് ആണോന്ന് വെച്ചാൽ ഇങ്ങനെ പടപട അങ്ങനത്തെ സിൽക്കും അല്ല, ഈ സാറ്റിൻ സിൽക്ക് പോലെ അല്ലേ. സാറ്റിൻ സിൽക്കും അല്ല അല്ലേ. അവർ സിൽക്കിൻ്റെ ചുരിദാറെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത്. നമ്മളിത് എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാലേ, സോഫ്റ്റ് പിടിക്കുമ്പോൾ ഒരു സിൽക്ക് മെറ്റീരിയലിൽ പിടിക്കണ പോലെ. എന്നാൽ ഒറിജിനൽ നമ്മുടെ മറ്റേ സിൽക്ക് സെമി സിൽക്കുകളില്ലേ, അങ്ങനെ പിടിക്കണ പോലെ അല്ലതാണ്. ഈ തുണിക്ക് ലാഭമുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുത്തെങ്കിൽ അറിയാമായിരുന്നു എന്തൊക്കെ ഇതിലത്തെ കോട്ടൺ മെറ്റീരിയൽ എന്തൊക്കെ ആഡ് ചെയ്തേക്കണത്. തുണിക്ക് ലാഭമുണ്ട്. ഇതെന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തു അവരിപ്പോൾ, അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും. വയ്യ, അങ്ങനെയൊക്കെയാണ്. കോട്ടാ ഷോള്, ബോട്ടം. പെട്ടെന്ന് എടുക്കും. നല്ല കളർഫുള്ളാട്ടോ. കോട്ടാ ഷോള്, ബോട്ടം. 1399 ഉള്ളൂ. എല്ലാം പാനലാട്ടോ. ഇവിടെ അധികം പാനലിനാണ് ഡിമാൻഡ്. എനിക്കും ഇഷ്ടമാണ്. നമുക്ക് ഈ വണ്ണവും വയറൊന്നും തോന്നൂല പാനലാകുമ്പോൾ. നല്ല ഹൈറ്റ് തോന്നിക്കും, വണ്ണം കുറവൊക്കെ തോന്നിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ വന്ന വഴി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാധനം കാണണം. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഡിമാൻഡ് ആയത് കാരണം റീസ്റ്റോക്ക് വന്ന വഴി അയച്ചതാണ്. 1399.
പെട്ടെന്ന് എടുത്തോ. സമ്മാനം കൊടുക്കാനൊക്കെ നല്ലതാട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഫാഷൻ പോവില്ല. ഫാഷനൊക്കെ എന്നും ഫാഷനായിരിക്കും. എന്തല്ലോ കുട്ടി, സോഫ്റ്റ് സിൽക്ക് ഷോള്. മാറി വന്നേക്കണം. ഇത് ഒരു കോട്ടാ ഷോള്. പെട്ടെന്ന് എടുത്തോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്താൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കാം. ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനും ഫങ്ഷനൊക്കെ ഇടാം. ഡയബിൾ മെറ്റീരിയലിൽ ഇങ്ങനെ പാനൽ കുർത്ത പോലെ ഇരിക്കും കേട്ടോ. അതേ നല്ല മൽക്കോട്ടൺ ഷോളൊക്കെ അതിൻ്റെ കൂടെ. ബോട്ടം നല്ല പ്യുവർ കോട്ടൺ. ഇതെല്ലാം നമുക്ക് റണ്ണിങ്ങിലുള്ളതാട്ടോ. ബാക്ക് ഇങ്ങനെ പ്ലെയിനാ. ഇതിനകത്ത് 1499 നല്ല സെറ്റാണ്. അത് നമുക്ക് അങ്ങനെ ഒരു ബേജ് കളർ ഉണ്ടെങ്കിലേ നല്ലതാണ്. ബേജ് കളറിൻ്റെ ഡ്രസ്സ് ഇത് കണ്ടോ. യോക്കിൽ, ഇത് യോക്കിലാണോ ദാമനിലല്ല അല്ലേ? ഇത് യോക്ക് വർക്ക്. അത് താഴെയാണോ? അല്ല, യോക്കല്ലേ? ഇത് യോക്ക. താഴെ ഇങ്ങനെ നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് കക്കോബ, ബാക്ക് പ്ലെയിൻ. ബോട്ടം ഇങ്ങനെ സോഫ്റ്റ് കോട്ടൻ്റെ ബോട്ടം. അടിപൊളി മൽക്കോട്ടൻ്റെ ഷോളും ആട്ടോ. സൂപ്പർ ഷോളും. റേറ്റ് എത്രയാണ് ഇതിന്? റേറ്റ് 1499. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഈ സെറ്റിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ബോധം കെട്ട് പോകും. അതെ, ഷോളിങ്ങനെ അടിപൊളി. ഇതൊരു ജാംദാനി ഷോള് പോലെ. ഇത് നല്ല കളർഫുള്ള്, നല്ല. ഇതൊരു ലിനൻ സെറ്റാട്ടോ. സൂപ്പറാണ്. ബോട്ടം ഇങ്ങനെ ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ. ഈ ബോട്ടം നമുക്ക് ഡയബിൾ ആട്ടോ. ഈ കളറിൽ ഡൈ ചെയ്തെടുക്കണേ. ഇടാനൊന്നും ഒരു ചൂടൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് ആ ബോട്ടം ഉണ്ട്. കട്ട് വർക്കൊക്കെ ഇത് ഇങ്ങനെ അടിയിലൊക്കെ കൊടുത്ത് നല്ല. ഈ സെറ്റ് കണ്ട ഒരു 1499 നിങ്ങൾക്ക് തോന്നിക്കില്ലേ? പക്ഷെ ഓണായിട്ട് നമ്മൾ ഇത് 999 തരുക കേട്ടോ. 999 ഉള്ളൂ. അടിപൊളിക്ക ചാർട്ടും. ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. എല്ലാം നല്ല കളർ ചാർട്ടാട്ടോ. ഇത് ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ. ഈ വില കണ്ടിട്ട് ഇപ്പം എല്ലാവരും ഇവിടെ വിളിക്കുമ്പോഴത്തേനും ഇവിടെ ഒന്ന് വിടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്ലാമറൊക്കെ ഇത്രയും രസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വയ്ക്കുക. ഓണസദ്യയൊക്കെ എല്ലാം ബുക്കിങ്ങൊക്കെ ആണോ? കുഞ്ഞു പറഞ്ഞിട്ട് എവിടെ വിളിച്ചു വെച്ചാൽ ഫ്രോസൺ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. വന്ന് ചൂടാക്കി. അപ്പോൾ എല്ലാവരും അതാ ബുക്ക് ചെയ്യണമെന്ന്. കർത്താവേ, ഇത്തവണ അങ്ങനെയാണ് മേടിക്കാൻ പോണേ. ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓണാഘോഷിക്കണേ. എന്നെ കുഞ്ഞുവിനെ പറ്റി അവധിയും ഇതൊന്നുമില്ല. അത് കാരണം അങ്ങനെ മാറ്റം വന്നേക്കണതാണ്. ആഘോഷങ്ങളുടെ ആൾ കുഞ്ഞുമാണ്. അപ്പോൾ അല്ലാണ്ട് ആര് സെറ്റ് ചെയ്യാൻ ഇതൊക്കെ? എൻ്റെ പോലെ രാവിലെ പൂഴിയിലും കുഞ്ഞുവിനും അതൊക്കെ ഒരു പണിയാവും. ഉണ്ണിക്കുട്ടനും ഇരുന്നോളും പടം വരയ്ക്കാനും കൂടാനും. അങ്ങനെ പെങ്ങന്മാരൊന്നുമില്ല. എന്നിട്ട് അവനങ്ങനെയൊന്നും എൻജോയ് ചെയ്തിട്ടില്ലല്ലോ അപ്പുക്കുട്ടനൊന്നേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ്. ഇവർ പറയണതാണ് പ്രമാണം. പെങ്ങളുണ്ടെങ്കിൽ അത്രയും വരില്ല. ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ ഇങ്ങനെ പെങ്ങന്മാരൊന്നും കണ്ടിട്ടില്ല. അത് കാരണം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ ഒന്നും അറിഞ്ഞുകൂടല്ലോ.
അതൊരു വലിയ ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ കുഞ്ഞുവിനത് കാരണം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യാം. കുഞ്ഞു കാണിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രമാണം, ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓണം ഞങ്ങൾ 30-ാം തീയതി ഏതാണ്ട് ആഘോഷിക്കണേ വീട്ടിൽ. പിന്നെ വേറെ എന്നാ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. ഞങ്ങൾ കടയിൽ ഞങ്ങൾ വെളിയിടാം കേട്ടോ. ഞങ്ങൾ 16-ാം തീയതി പറഞ്ഞത് 17-ഓ ചിങ്ങൻ 2-ന് ഞങ്ങൾ ആഘോഷിക്കും. 1-ന് ചിങ്ങം 1-ന് അല്ലേ? ചിങ്ങം ഒരു തലേദിവസമെന്നല്ലേ പറഞ്ഞേ അല്ലേ? എന്നാൽ 1-ഓ 2-ഓ ഏതെങ്കിലോ ഞങ്ങൾ നേരത്തെ തോന്നുന്നു ഓണം ആഘോഷിക്കും. ഈ ഓണം എടുക്കുമ്പോഴത്തേന് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവർക്കും ഫോട്ടോ ഷൂട്ടിംഗ് ആണ് ഇവിടെ കടയിൽ. അത് പറ്റില്ലല്ലോ, തിരക്ക് വരുമല്ലോ. നേരത്തെ ആഘോഷിക്കാൻ പായസം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണമൊന്നും ഭയങ്കര പാടാണ്. ഒന്നാമത് സദ്യ നേരത്തെ ഒന്നും ഇല്ല. പിന്നെ വേറെ എന്നാ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ എന്നും പറഞ്ഞ പോലെ എൻ്റെ സ്വർണം എന്ന് പറയാൻ നമുക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാൻ. നിങ്ങൾക്ക് പേരൻസൊക്കെ സ്ത്രീധനം, പണ്ടൊക്കെ സ്ത്രീധനം തന്നല്ലേ കെട്ടിക്കണേ. ശരിക്കും അതൊക്കെ എന്നാ ഇപ്പം സ്ത്രീധനം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പോലെ അല്ലേ? ശരിക്കും സ്ത്രീധനമല്ല, മക്കളെ കെട്ടിച്ചു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് മുതലൊക്കെ അവിടെ തന്നെ ഇരിക്കണം. തിരിച്ചൊന്ന് വീട്ടിൽ വരുമ്പോൾ ദൈവമേ അവകാശമൊക്കെ തീർത്ത് വിട്ട് 1-ഓ 2-ഓ കുറച്ചൊരു 2 പിള്ളേരുടെ പ്രസവം കഴിയുമ്പോൾ ഞാൻ വീട് അന്യമായി പോവുക. ഇങ്ങനെ എനിക്കിപ്പോഴും സങ്കടമാണ്. എനിക്ക് സ്പെഷ്യലായിട്ടൊരു മുറി ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെ മോനെ. എനിക്കിഷ്ടമല്ല എൻ്റെ മുറിയിൽ ആരും അധികം കയറണയൊക്കെ. എന്നെ കെട്ടിച്ചു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുറിയിലേക്ക് പെട്ടെന്ന് തന്നെ അമ്മച്ചി അതിലേക്ക് എല്ലാ അമ്മച്ചിയുടെ ഇതൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തു. ഞാൻ പോകുന്നത് എനിക്ക് കാണുമ്പോൾ ഒരു വിഷമമാണ്. എൻ്റെ സ്വന്തം, എൻ്റെ വീട്, എൻ്റെ മുറി ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. നമ്മളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ നിന്ന് ഒഴിവാക്കി വിടുക. അതൊക്കെ തെറ്റാണ്. പെണ്ണുങ്ങളെ മാത്രം ഒന്നും കൊടുക്കരുത്, സ്വർണവും കൊടുക്കരുത്, ഇങ്ങനെ പൈസയും കൊടുക്കരുത്. പഠിപ്പിച്ച് നല്ല സ്വന്തം കാലം നിർത്താൻ പഠിപ്പിക്കുക. ഇത് പിന്നെ അപ്പടി മക്കൾക്ക് കൊടുക്കരുത് കേട്ടോ. തുല്യമായിട്ട് മക്കളെ അങ്ങനെ വീതം വയ്ക്കരുത്. അയ്യോ, കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടയിൽ സ്വർണ്ണം എടുക്കാൻ വന്നവർ, ഇതെൻ്റെ തലത്തൊട്ടമോക്ക് ഞാനൊരു സ്കീം കൂടുക. മറ്റേ 2 പിള്ളേരേ ഉള്ളൂ മകന്. മറ്റേ കൊച്ചിന് അപ്പൻ്റെ വീട്ടിലെ തലത്തൊട്ടാക്കണേ. അത് വേണ്ടത് കൊടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ അങ്ങനെ കൊടുക്കല്ലേ, തലത്തൊട്ടാന്ന് പറഞ്ഞു ഒരാൾക്ക് തന്നെ കൊടുക്കല്ലേ, 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കും. ഒരപ്പൻ്റെ മക്കൾക്കല്ലേ കൊടുക്കണേ. പിള്ളേരുടെ മനസ്സിലതൊക്കെ ഒരു വിഷമാവൂലേ? എനിക്ക് അങ്ങനെ തലത്തൊട്ടമ്മ നേരത്തെ മരിച്ചു പോയതാണ്. എൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയില്ല. തലത്തൊട്ടമ്മയുടെ ഒരു ഇതുണ്ടല്ലോ, തലത്തൊട്ട ആൾക്കാരുടെ. പിന്നെ വേറെ എന്നാ വിശേഷം? അപ്പോൾ സ്വർണ്ണക്കടയിൽ സ്കീം കൂടണ ആരും മറക്കരുത്. സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കും. ഇറങ്ങും എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടിക്കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു കുറവൊക്കെ വരുള്ളൂ. അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട. ഇനി കുറയണത് സ്വപ്നം കാണണ്ട, നമ്മൾ ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുക. ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും 9 ക്യാരറ്റിൻ്റെ മാല 18 ഇപ്പം എല്ലാവരും എടുത്തു തുടങ്ങി. ആദ്യം 18 എടുക്കൂലായിരുന്നു, ഇപ്പം 18 എല്ലാവരും എടുത്തു തുടങ്ങി. പണയമൊക്കെ എടുക്കും 18. 9 ക്യാരറ്റിൻ്റെ സ്വർണം എല്ലാവരും അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ വില വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സാധനം കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീം കൂടുക. ഇച്ചിരി സ്വർണ്ണം, പണ്ടത്തെ കാലത്തെ പോലെ നമുക്ക് എല്ലാ വർഷവും ഇച്ചിരി സ്വർണ്ണമൊക്കെ മേടിക്കാം. പിന്നെ നമുക്ക് ടൂർ പോകണമെങ്കിൽ ഒരു മോതിരോ ഒരു വളയൊക്കെ വിറ്റാൽ മതിയായിരിക്കും കേട്ടോ. എല്ലാവരെയും ശുഭ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.